സാന്ത്വന തമ്പാനൂരിലുണ്ട്. തമ്പാനൂർ ഭാഗത്തുള്ള ഭക്തരുടെ തമ്പാനൂർ ഭാഗത്തുള്ള പൊങ്കാല വിശേഷങ്ങൾ, പൊങ്കാലയുടെ തയ്യാറെടുപ്പുകൾ എവിടെ വരെയായി എന്ന് നമുക്കൊന്ന് സാന്ത്വനയിലേക്ക് പോയിട്ട് വരാം. സാന്ത്വന, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? പൊങ്കാല ഇടാൻ എല്ലാവരും അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ മുതൽ കാത്തിരിക്കുന്ന ദിവസത്തിലേക്ക് എന്തായാലും എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്തായിട്ടുള്ള പരിസര പ്രദേശത്താണ് നിൽക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം വലിയ ഒരു തിരക്കാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. കാരണം ഇന്നലെ തന്നെ ഈ പ്രദേശത്തൊക്കെ തന്നെയും ആളുകൾ എത്തി ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള അടുപ്പൊക്കെ കൂട്ടിയിരുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കാണാം രാവിലെ എല്ലാവരും, ഇന്നലെ നമ്മൾ രാത്രി നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര പരിസരത്ത് നിന്ന് പോകുന്ന സമയത്ത് ഇവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഇവിടെയൊക്കെ തന്നെ കിടന്നിട്ടാണ് ഉറങ്ങിയത്. ഇന്നെന്തായാലും എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് ഇനി പൊങ്കാല ഇടാനുള്ള ഒരുക്കത്തിലാണ്. അതിനുവേണ്ടി നിവേദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം ഓരോ അമ്മമാരൊക്കെ തന്നെയും ഓരോ നിവേദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് കുഴയ്ക്കുകയും അത് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു ഇതെന്താണ് തയ്യാറാക്കുന്നത്. അമ്മ, ഇതെന്താ തയ്യാറാക്കുന്നത്? ഇത് തെരളി അപ്പോൾ പായസം വെക്കുന്നില്ലേ? പായസം വെക്കുന്നു. എവിടുന്നാ വരുന്നേ? ആറ്റിങ്ങിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്? തിരുവനന്തപുരത്ത് നിന്ന് അല്ല, ആറ്റിങ്ങ. വേറെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്? വേറെ പുറ്റുണ്ടാക്കി, മണ്ടപ്പുറ്റുണ്ടാക്കും, പിന്നെ പായസം ഉണ്ടാക്കുന്നു. അങ്ങനെ 3 എണ്ണമാണ് ഉണ്ടാക്കും. ആദ്യത്തെ തവണയാണോ പൊങ്കാല ഇടുന്നത്? അല്ല, മുമ്പ് ഇട്ടിട്ടുണ്ടോ? നാളെ കൊണ്ടിടുന്നു. ഇവിടെ ഒരു ചെറിയ ആളുണ്ട്. പൊങ്കാലയിടാൻ വന്നതാണോ? പൊങ്കാലയിടാൻ വന്നതാണോ? ആദ്യമായിട്ടാണോ വരുന്നേ? പേരെന്താ? എവിടുന്നാ വരുന്നേ? സ്ഥലം എവിടെയാ? എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത് തന്നെയാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല. ഇന്നലെ വന്നോ? ഇന്നലെ തന്നെ വന്നോ? ഇല്ല, ഇന്ന് രാവിലെയാണ് എത്തിയത്. ശരി. എത്രാമത്തെ തവണയാ പൊങ്കാല എടുത്തേ? 6-7 പ്രാവശ്യം. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ പല ആളുകളും തേങ്ങ ചിരവുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്തോണ്ട് വെച്ചു. എല്ലാം സെറ്റായി. ഇനി പൊങ്കാല ഇട്ടാ മതി അല്ലേ? ഇട്ടാ മതി. എപ്പോഴാ എത്തിയത്? 2 മണിയായി. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണോ? അല്ല, വെമ്പായം. ഇതാ കാണാം ഇവിടെ അമ്മമാരൊക്കെ തന്നെയും പൊങ്കാല ഇടാതെ കലമൊക്കെ അവരുടെ അടുപ്പിലെടുത്ത് വച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണ്ട ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ട വെള്ളവും മറ്റ് സാധനങ്ങളും ഒക്കെ ഈ പരിസരത്തു നിന്ന് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്നും മറ്റ് ബുദ്ധിമുട്ടുകളില്ല. പല ആളുകളും പല നിവേദ്യങ്ങളാണ് ഉണ്ടാക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആളുകൾ ഉണ്ടാക്കുന്നത്, ഏറ്റവും പ്രധാനമായ ആളുകൾ ഉണ്ടാക്കുന്നത് ഈ പായസം തന്നെയാണ്. പിന്നെ ചില ആളുകൾ മണ്ടപ്പുറ്റുണ്ടാക്കും, തെരളിയപ്പം ഉണ്ടാക്കും. അമ്മ, ഇതെന്താ മണ്ടപ്പുറ്റാണോ? മണ്ടപ്പുറ്റാണ് ഉണ്ടാക്കുന്നത്. എത്രാമത്തെ തവണയാ പൊങ്കാല ഇടുന്നത്? 5-6 വർഷമായി പൊങ്കാല ഇടുന്നത്. എവിടെ നിന്നാ വരുന്നേ? മടവൂര്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. വേറെന്തൊക്കെയാ ഉണ്ടാക്കുന്നുണ്ടെന്ന്? വേറെ പായസം, പിന്നെ പൊങ്കാല, വെള്ള പൊങ്കാല. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പൊങ്കാല പായസം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ഇത് മണ്ടപ്പുറ്റാണ്, മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ തെരളിയപ്പം. അങ്ങനെ 3 നിവേദ്യങ്ങളാണ് പൊതുവെ ആളുകൾ ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ഈ അമ്മയുടെ ദൃശ്യത്തിലേക്ക് വന്നാൽ കാണാം. ഇത് തെരളിയപ്പമാണ് അല്ലേ അമ്മ? തെരളിയപ്പം എന്തിനാ നമ്മൾ പൊതുവെ ഇടുന്നത്? ദേവിയുടെ എന്ത് പ്രാർത്ഥിച്ചിട്ടാ കൂടുതലായിട്ട് ഇടാറുള്ളത്? കൊച്ചുങ്ങൾക്ക് വയ്യാതെ നമുക്ക് വയ്യെങ്കിൽ തെള്ളിയും മണ്ടപ്പുറ്റും വയ്ക്കാവുന്ന. പായസമാണ് വെക്കുന്നതെങ്കിലോ? പായസവും വയ്ക്കാൻ നേരം. പായസമാണ് നമ്മൾ കൂടുതലായിട്ട് വെക്കുന്നതെന്ന് തോന്നല്ലേ? പായസവും വെള്ളയാണ് കൂടുതൽ വയ്ക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാതാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നതാണല്ലേ? അപ്പം ഈ മണ്ടപ്പുറ്റോ? മണ്ടപ്പുറ്റും അങ്ങനെ തന്നെ. തലയ്ക്ക് വയ്യെങ്കിൽ മണ്ടപ്പുറ്റി വയ്ക്കാവുന്ന നേരം. തലയ്ക്ക് വയ്യെങ്കിൽ വേദനയും തല കറക്കമൊക്കെ വരൂല്ലേ, അപ്പോഴും നേരം മണ്ടപ്പുറ്റ വെച്ചിരിക്കാൻ ഒരാവത്തില്ലാതിരിക്കട്ടെന്ന് നേരം. അമ്മ എത്ര വർഷമായിട്ട് ഇടുവാ? എന്താ അമ്മ എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുവാ? ഞാൻ എൻ്റെ ജനിച്ച വാഹന കൈമനമാണ്. കൈമനും പാപ്പനും കൂടെ എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി എന്നെ കാട്ടാക്കടയാണ്. അതിന് കുറച്ച് മുമ്പേയൊക്കെ ഞാൻ ഇവിടെ വരാമെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. എണ്ണ ഒന്നും അറിയത്തില്ല, ഒത്തിരി തവണ ഇട്ടിട്ടുണ്ടല്ലേ? ഞാൻ ജനിച്ച് വളർന്നോടാണ്. ഇന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ഒറ്റയ്ക്ക് തന്നെ വരുള്ളൂ. ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് ഇട്ട് കട വണ്ടി ആരും പറഞ്ഞ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല.
ആരോടെങ്കിലും ചോദിച്ച് എടുത്തിട്ട് കൊണ്ടുപോകും. ഇതാണ് ഇവിടുത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ബസ്സിന്റെ ബോർഡൊന്നും നോക്കി കയറി വരാനൊന്നും അറിയില്ല, പക്ഷെ ആളുകളോട് ചോദിച്ച് അറിഞ്ഞ് കയറി ഇങ്ങ് പോരും. ഇന്ന് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വഴികളും വന്ന് അവസാനിക്കുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുടെ ഭയത്തിന്റെ ഒന്നും ആവശ്യം ആർക്കുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ അമ്മ പറഞ്ഞു തന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 നിവേദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഉണ്ടാക്കുന്നത്. അതിലെല്ലാവരും ഉണ്ടാക്കുന്നത് പായസം, വെള്ള പായസമാണ്. അത് ദേവിയെ പ്രീതിപ്പെടുത്താൻ, ദേവിയുടെ അനുഗ്രഹത്തിനൊക്കെ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നീടുള്ളത് മണ്ടപ്പുറ്റാണ്. മണ്ടപ്പുറ്റ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് തലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. പിന്നെ തെരളിയപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വയ്യാതാകുകയാണെങ്കിൽ അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇടുന്നതാണ് തെരളിയപ്പം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും അവരുടെ നിവേദ്യമൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം സെറ്റാണോ? എല്ലാം ഒരുക്കിയിട്ടുണ്ടോ? എവിടുന്നാ വരുന്നേ? നിലമേന്ന് പൊങ്കാലയുടെ റെഡിയായി. എന്താ ഇന്ന് ഉണ്ടാക്കുന്നേ? ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ? ഞങ്ങൾക്ക് പൊങ്കാലയേ ഉള്ളൂ. പൊങ്കാല പായസം മാത്രമേ ഉള്ളൂ. എപ്പോഴാ എത്തിയത്? ഇന്നലെ വന്നോ? ഇല്ല, ഇപ്പം 4 മണിയായപ്പോൾ ഇവിടെ എത്തി. വന്നപ്പോ തന്നെ അടുപ്പൊക്കെ കിട്ടി? അടുപ്പ് ഒരാൾ പിടിച്ചിട്ടിരുന്നു. നേരത്തെ പിടിച്ചിട്ട്. അതാരാ? അതെന്റെ മരുമോള് തന്നെ. അവര് മുമ്പേ വന്ന. അപ്പം നേരത്തെ അടുപ്പ് പിടിച്ചിടാൻ വരെ ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം നിരവധി ആളുകൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്നിറങ്ങുന്ന ആളുകൾ ആദ്യം വരുന്നത് ഈ തമ്പാനൂർ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാൻ വലിയ സൗകര്യമായിരിക്കും. കാരണം ക്ഷേത്ര പരിസരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കാണ് പൊതുവെ അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ മരുമകളുണ്ട്. അപ്പോൾ മരുമകൾ എന്തായാലും സ്ഥലം പിടിച്ചിട്ടുകൊണ്ട് അമ്മയ്ക്ക് കൃത്യമായി 4 മണിക്ക് ഇവിടെ വന്നിരുന്ന് പൊങ്കാല ഇട്ടാൽ മതി. അപ്പം അമ്മ ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. പൊങ്കാല ഇടാൻ തയ്യാറായിരിക്കുക. അതെ. എന്തൊക്കെയാ ഇന്ന് ഇടുന്നേ? ഇന്ന് പായസമാ. ഫുൾ പവറില്ല. എന്താ പിന്നെ പായസം മാത്രമേ ഉള്ളൂ? പായസം മാത്രമേ ഉള്ളൂ. 2 കലം. 2 കലം. അപ്പൊ ഉണ്ടാക്കി കഴിയുമ്പോ കുറച്ച് തരണം. 2 കലമില്ലേ? റെഡി. നമ്മൾ അമ്മ പായസം ഉണ്ടാക്കി കഴിയുമ്പോ എന്തായാലും ഈ ഭാഗത്ത് ഒരു 2 കലം ഇടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് പായസം തരണം കേട്ടോ. തരാം. ഞാൻ വരും. എവിടെന്നാ വരുന്നത്? ശരി. കോട്ടയംകാരാണ്. ഞങ്ങള് കോട്ടയം. തിരുവനന്തപുരത്ത് വന്നിട്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി. എവിടുന്നാ കുളിച്ച് റെഡിയായതൊക്കെ? എവിടുന്നാ? ഇവിടെ ഞങ്ങള് പിന്നെ അതിന്റെ അകത്ത് കയറി. ഭക്ഷണമൊക്കെ കൃത്യമായി കിട്ടി? എല്ലാം സെറ്റായിരുന്നു? സെറ്റ്. അതാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിട്ട് അവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരംകാരെല്ലാം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. വെള്ളമൊക്കെ എല്ലാം കിട്ടിയാ റെഡി. എല്ലാം. ഇവിടെ എങ്ങനെ സ്ഥലം കിട്ടി? ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പൊ അവിടെ കത്തിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പുറത്ത് ചാടി. എപ്പോഴാ ചങ്ങനാശ്ശേരി നിന്ന് പുറപ്പെട്ടു? 7 മണിക്ക് വന്നു. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, ഇത് 3ാമത്തെ. ഇവിടെ തന്നെയാണോ എപ്പോഴും ഇടുന്നത്? അല്ല, ആദ്യം വന്നപ്പോ അവിടെ ആയിരുന്നു. ഈ അമ്പലത്തിൽ പോയായിരുന്നോ? പോയി. ഈ അമ്മയെ തൊഴാൻ ഇടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഉഷാറാക്കി 2 കലം പായസം. അപ്പൊ പായസം കഴിക്കാൻ പേരെന്താ? രാജേശ്വരി. അപ്പൊ രാജേശ്വരി അമ്മ എടുത്ത് പായസം റെഡി ആകുമ്പോൾ നമ്മൾ പായസം കഴിക്കാൻ വരുന്നതാണ്. അമ്മ ചങ്ങനാശ്ശേരി നിന്ന് 2 കലം പായസം ഇടുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അമ്മമാരെല്ലാം ഒരുക്കത്തിലാണ്. തേങ്ങ ചിരവുന്ന ആളുകളുണ്ട്. അതാ അവിടെ മണ്ടപ്പുറ്റിന് കുഴയ്ക്കുന്നുണ്ട് ഒരമ്മ. ഈ പൊങ്കാല നിവേദ്യം പായസം വെക്കുന്ന ആളുകൾ മാത്രമാണ് ഇത് അവസാന ഭാഗത്ത് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം 3 അടുപ്പ് കല്ലുകൾ വെച്ചിട്ടാണ് ഈ അടുപ്പ് ഉണ്ടാക്കുന്നത്. അതിന് മുകളിൽ ഒരു മൺകലം വെച്ച് വെള്ളമൊഴിച്ച് അതിലാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടും ചില സങ്കല്പങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം ഈ കലത്തെ നമ്മൾ ഭൂമിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ ഭൂമിയിൽ വെള്ളവും മറ്റ് ഭൂതഘടങ്ങളും ഒക്കെ ചേർന്ന് തീ കൂടി നൽകുമ്പോൾ, അഗ്നി കൂടെ നൽകുമ്പോൾ പഞ്ചഭൂതങ്ങൾ സംഗമിച്ച് ഈ ഒരു പൊങ്കാല നിവേദ്യം തയ്യാറാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൻ്റെ പുറത്ത് പൊങ്കാല നിവേദ്യം അർപ്പിക്കുവാൻ വേണ്ടി അമ്മമാരെല്ലാം തയ്യാറാണ്. എല്ലാ ഇടങ്ങളിലും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പോലീസും മറ്റ് സന്നാഹങ്ങളും എല്ലാം തന്നെ തയ്യാറാണ്. അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും ആഹാരവും ഒക്കെ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ റെസിഡൻസ് അസോസിയേഷൻകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റാളുകളും ഒക്കെ തന്നെയും അങ്ങനെ എല്ലാവരും സജ്ജമാണ്. ഇനിയിപ്പോൾ ആ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇന്നലെ മുതൽക്ക് തന്നെ എല്ലാ ആളുകളും കാത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ പൊങ്കാല ഇടുന്ന ആളുകൾ നമുക്കറിയാം. ഈ വന്നിറങ്ങി അപ്പോൾ തന്നെ ഇവിടെ അടുപ്പൊക്കെ കൂട്ടി പൊങ്കാല ഇടുന്ന ആളുകളാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് എല്ലാ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാണ്. ഇനിയിപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളുടെ ഒരു കാത്തിരിപ്പ് തന്നെയാണ്. സ്വാന്തന സാജു ആണ് തമ്പാനൂരിൽ നിന്നാണ് സ്വാന്തന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.